ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പ് നടത്തി. മനോരമ കവലയിലെ ഗൃഹോപകരണശാലയിലെത്തിയായിരുന്നു തെളിവെടുപ്പ്. ജൈനമ്മയുടെ സ്വർണം വിറ്റ തുകയിൽ ഒരു ഭാഗം സെബാസ്റ്റ്യൻ ഗൃഹോപകരണം വാങ്ങാനായി ഉപയോഗിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വീണ്ടും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇതിലൂടെ സെബാസ്റ്റ്യന്റെ സഹായികളിലേക്കും എത്താനാകുമെന്നാണ് പ്രതീക്ഷ. ജൈനമ്മയുടെ സ്വർണം വിറ്റ് കിട്ടിയ തുകയിൽ ഒരു ഭാഗം വീട്ടിലേക്ക് ഫ്രിഡ്ജ് വാങ്ങാനായി ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുന്നത്ത് ജ്വല്ലറിയിലെ സ്വർണം ആദ്യം മറ്റൊരാൾ വഴി പണയം വെക്കുകയും പിന്നീട് അവിടെ നിന്നെടുത്ത് ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് എതിർവശത്തുള്ള ഒരു ജ്വല്ലറിയിൽ സെബാസ്റ്റ്യൻ നേരിട്ടെത്തി വിൽക്കുകയുമായിരുന്നു. ഈ പണം ഫ്രിഡ്ജ് വാങ്ങാനായി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ഡിസംബർ 23-നാണ് ചേർത്തല മനോരമ കവലയിലെ ഗൃഹോപകരണശാലയിൽ നിന്ന് സെബാസ്റ്റ്യൻ 17,000 രൂപയ്ക്ക് ഫ്രിഡ്ജ് വാങ്ങിയത്. പണം രൊക്കം കൊടുത്തായിരുന്നു കച്ചവടം. സെബാസ്റ്റ്യന്റെ ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ഈ ഫ്രിഡ്ജ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഗൃഹോപകരണശാലയിൽ തെളിവെടുപ്പിന് ശേഷം അവിടെ തന്നെ അടുത്തുള്ള മനോരമ കവലയിലെ സെബാസ്റ്റ്യന്റെ സഹോദരന്റെ പുരയിടത്തിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അന്വേഷിക്കുന്ന നിരവധി തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനാണ് സംശയനിഴലിലുള്ളത്. എന്നാൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. ജനം, ആലപ്പുഴ.